ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. വീണ്ടും ഒരു എപ്പിസോഡ് തുടങ്ങാൻ പോണു. ഇപ്പോൾ ലഞ്ച് ടൈമാണ്, ഉച്ച സമയം, നട്ടുച്ച വെയിലത്ത്. അതായത് മാംഗ്ലൂരിലെ ടിപ്പിക്കൽ ഒതൻറ്റിക് ആയിട്ടുള്ള ലഞ്ച് കിട്ടുന്ന നാരായണ എന്ന ഹോട്ടലിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നാരായണ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വെരി ഓൾഡ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല സീ ഫുഡ് മീൽസ് കിട്ടുന്ന സ്ഥലമാണ്. നല്ല റഷുണ്ട്. ഇപ്പോൾ ഇടിച്ച് കയറാം, എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും. ഇത് നമ്മൾ ഇതിന് മുന്നേ പോയ മറ്റേ മച്ചിലി ഹോട്ടൽ പോലെ തന്നെയാണ്. പേര് വിളിക്കും സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച്. അപ്പോഴാണ് ആ പേര്. ഹോട്ടൽ നാരായണ ഇത്രയും തിരക്ക്. എൻ്റെ മച്ചിലിയിൽ തിരക്ക്, എവിടെയാണ് തിരക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എനിക്ക് ഇതേപോലെ ഇവിടെ ആരും ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവരും പുറത്തുനിന്നാണോ വീട്ടിൽ നിന്ന്? എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേസാണ് ഇത്രയും തിരക്ക് വരുന്നത്. ഞാൻ എൻ്റെ കഷ്ടകാലത്തിൽ വന്നിരിക്കുന്ന ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ആണ് ഈ മാംഗ്ലൂർ കിടന്ന് കറങ്ങുന്നത്. അതുകൊണ്ട് പല കടകളും ലഞ്ച് ഹോംസ് ഇന്ന് ഹോളിഡേ ഉള്ള ദിവസമാണ് ഈ സൺഡേ. എങ്കിലും ഇതെല്ലാം ഭയങ്കര റഷുള്ള ഏറ്റവും ഷോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള കടകളാണ്. കുറേ വർഷങ്ങളുടെ പാരമ്പര്യം. ഹോട്ടൽ നാരായണ. ഇവിടുത്തെ ഫിഷ് ആണ് പ്രധാനം. പലതരം തവ ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ. ഇത് അവരുടെ ഇലയില ഊണാണ് കേട്ടോ. ഇതൊരു പൊട്ടറ്റോ ആൻഡ് ഗ്രീൻ പീസ് ഒരു സ്റ്റ്യൂ പോലെ ഒരു മസാലക്കറി, അച്ചാറ്, നാരങ്ങ, ഫിഷിൻ്റെ ഒരു ഗ്രേവി. ഇത് റുട്ടീനായിട്ടുള്ള നമ്മുടെ ഒരു ഫിഷ് കറി മീൽസ് എന്ന് പറയുമ്പോൾ വരുന്ന. ഓ, അച്ചാറ് ഗംഭീരം. ബോയിൽ റൈസും വൈറ്റ് റൈസും കിട്ടും തോന്നുന്നു. ഇപ്പോൾ ബോയിൽ റൈസാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മട്ട ഇത് ഒരു നിലയല്ല കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറും മേളിൽ ഒരു നിലയും കൂടെ. അതും ഫുള്ള്, ഇതും ഫുള്ള്. പുറത്തൊരു 50 പേര് നിൽക്കുന്നുണ്ട് സീറ്റിന് വേണ്ടി. ഓ യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ തവ ഫ്രൈസ്. ഇത് നെമ്മീൻ, ഇവിടെ അഞ്ചൽ എന്ന് പറയുന്നു. ഇത് വെള്ള ആവോലി, ദിസ് ഇസ് ആയല, ബങ്കുടി. ഇതിവിടെ പറയുന്ന ഡിസ്കോ ഫിഷ് എന്നാണ്. നമ്മുടെ അവരെ പോലെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ ഭയങ്കര ടേസ്റ്റ്. കുറേ പൊടിയും കൂടി ഇട്ടാണ് തരുന്നത്. വാവ്, കാണുമ്പോൾ ഒരു സന്തോഷം. മീൻ എനിക്ക് ഇറച്ചിയെക്കാട്ടിലൊക്കെ ഇഷ്ടം ഫിഷാണ്. സീ ഫുഡിൻ്റെ ഊണാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും പരിചിതമായ ഫിഷ് നെയ്മീൻ, അയക്കൂറ, ഒരുപാട് മീനുള്ളതുകൊണ്ട് എല്ലാം. വെള്ള ആവോലി, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? സോഫ്റ്റ് ഫിഷാണ് വെള്ള ആവോലി. അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടി ഇങ്ങനെ നമ്മൾ തന്നെ എടുത്തിടണം. പൊടിയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ദിസ് ഇസ് ഒരു നമ്മുടെ അയല. ദിസ് ഇസ് എൻ്റെ ഫേവറേറ്റാണ് അയല. അയല ബങ്ക്. ഡിസ്കോ ഫിഷ്. ഇത് ഞാൻ കഴിച്ചിട്ടില്ലാത്ത മീനാണെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് ഹൈലി റെക്കമെൻഡ്. ഇതാണ് യഥാർത്ഥ സീ ഫുഡ് ലഞ്ച്. എൻ്റെ പ്ലേറ്റ് മുഴുവൻ ഫിഷിൻ്റെ പരമ്പര. എല്ലാം തവ ഫ്രൈ ആണ്. മസാല, മസാല, അടിപൊളി. അരപ്പെല്ലാം സെയിമാണ്. മീനിൻ്റെ ഫ്രഷ്നെസ് മാത്രം നോക്കിയാൽ മതി. അയല ചോറിന് ചില വേവ് കുറവുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും അതായിരിക്കും ഇഷ്ടപ്പെടില്ല. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കണം, അത് മാത്രമേ എനിക്കൊരു വ്യത്യാസം തോന്നുള്ളൂ. ഇവിടെ സ്റ്റെയർ കേസിൽ വരെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒരു ഉഗ്ര മോര് കൊണ്ട് തരും. വെൽക്കം. അത് മതിയല്ലൊക്കെ ഉണ്ട്. ആ ഡിസ്കോ ഫിഷ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. ചുവന്ന മീനായിരുന്നു. കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട്, ഇത് തേങ്ങ അരച്ച ഗ്രേവി ആട്ടോ. നല്ലത്. വെരി നൈസ് ഗ്രേവി. ഇത്രയും ആളുകളുടെ ഇടയിൽ നമുക്ക് സീറ്റ് കിട്ടിയതൊരു വലിയ സംഭവമാണ്. നല്ല ടേസ്റ്റ്. ഇറ്റ്സ് എ നൈസ് ലഞ്ച്. എനിക്കിത് കുറച്ച് കൂടുതൽ ഇഷ്ടമായി. നാരായണയില്ല സീ ഫുഡ് മീൽ കഴിച്ച് നോക്കണം. മാംഗ്ലൂർ വരുമ്പോൾ തീർച്ചയായിട്ടും. ഇവിടെ എപ്പോഴും കാസർഗോഡ് ഒരു 20 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന് മഞ്ചേശ്വരം ഒക്കെ. അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ കുറച്ചുകൂടെ കേരളത്തിൻ്റെ കുറച്ച്
ഇങ്ങോട്ടുള്ള സൈഡ് ട്രിവാൻഡ്രം വടക്ക് തെക്കോട്ടൊക്കെ ഉള്ള ആൾക്കാർ വരണം. ഓക്കേ, അങ്ങനെ നമ്മൾ ഹോട്ടൽ നാരായണയിൽ നിന്ന് ഇറങ്ങുന്നു. കുറേ മലയാളി സുഹൃത്തുക്കളെയൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഭയങ്കര ഹൈ ഒപ്പീനിയനാണ് പറയുന്നത്. അവർ തിരക്ക് കാണുന്നുണ്ടല്ലോ. ഇത് പൊന്നോ എന്തൊരു വെയിലാ, 1:30 മണി സമയം. അപ്പം നമ്മളിതേ കുറച്ച് ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പബ്ബാസിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ വിചാരിച്ചു ഉച്ച സമയമല്ലേ തിരക്കുണ്ടാവില്ല. നോക്കൂ തിരക്ക്. ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന പോലെ ഉണ്ട്. അവിടം തൊട്ട് ഇവിടം വരെ ആൾക്കാർ ക്യൂ. ഇത് ജസ്റ്റ് ആ പബ്ബാസിനകത്ത് കയറാനുള്ള ക്യൂ ആണ്. അവിടെ ഫുള്ളാണ്. സീറ്റ് കിട്ടുന്നതിനനുസരിച്ച് ആൾക്കാരകത്ത് കയറും. പക്ഷെ ഇത്രയും പേര് വെയിറ്റിംഗ് ആണ്. ദിസ് ഇസ് ദ കട, ദ പബ്ബാസ്. ഇവിടെ കിടിലാണ്. ഇവരുടെ കുറേ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസും അങ്ങനെയൊക്കെ ഉണ്ട്. ഐസ്ക്രീം താലി പോലൊരു കോൺസെപ്റ്റും ഉണ്ട്. താലി. ഇതൊരു മോളാണ്, ഭരത് മോൾ. ഇതിനകത്ത് ഐഡിയൽ കഫേ ഉണ്ട്, പബ്ബാസ് ഐഡിയൽ കഫേ. ഈ പബ്ബാസും ഐഡിയൽ കഫേ എല്ലാം ഒരു മാനേജ്മെൻറ്റ് തന്നെയാണ്. സെപ്പറേറ്റ് ഷോപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പബ്ബാസിൻ്റെ തിരക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഐഡിയലിൽ കയറാം ഫസ്റ്റ്. അതിനകത്ത് സീറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച സീറ്റ് കിട്ടാനില്ല. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് മസാജ് 10 മിനിറ്റ്സ് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഫുഡ് മസാജിന് 80 റുപ്പീസ് കൊടുത്താൽ മതി. മെഷീനാണ്, നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ്. ഗുഡ്. ഫുൾ ബോഡി മസാജ് വേണമെങ്കിൽ ആകാം, അത് വേണ്ട. ഫുഡ് മസാജ് മതി. ഈ കടയുടെ തൊട്ട് വെളിയിലാട്ടോ. അവിടെ സീറ്റ് ഒഴിയുകയാണെങ്കിൽ അങ്ങോട്ട് കയറാമല്ലോ. 10 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടിരുന്നു, കാല് കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ സീറ്റ് ഒഴിഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു വെയിറ്റ് അഗെയിൻ. ഐഡിയൽ കഫേക്കകത്ത് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഭാഗത്തേക്ക്. അപ്പോൾ അപ്സ്റ്റേഴ്സിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഫുള്ളാണ് എക്സെപ്റ്റ് ഫോർ അവർ സീറ്റ്. ഐഡിയൽ കഫേയിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സെൽഫാണ്, ഓർഡർ എടുത്തിട്ട് പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വരണം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഐസ്ക്രീംസ് മാത്രമല്ല, സാൻഡ്വിച്ചസ് ഉണ്ട്. ഇവിടുത്തെ ചട്നി ചീസ് സാൻഡ്വിച്ച്, ബട്ടർ ചില്ലി ടോസ്റ്റ്, അങ്ങനത്തെ സെഷ്വാൻ സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ വട ഐറ്റംസ് ഒക്കെ ഉണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്. ഗീ പൊറോട്ട, ചന്ന മസാല, ഐഡിയൽ ആലു പൊറോട്ട, പല ടൈപ്പ് ഓഫ് ദോശാസ് ഉണ്ട്. നീർദോശ വെച്ച് ചട്നി എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഐസ്ക്രീം താലി. യെസ്, ഐ വിൽ ഹാവ് എൻ ഐസ്ക്രീം താലി. സ്മൂത്തീസ് ഉണ്ട്, മിൽക്ക് ഷേക്സ് ഉണ്ട്. ഗഡ്ബഡ് ഐസ്ക്രീമിൻ്റെ ഉത്ഭവ സ്ഥലമാണ്. ഗഡ്ബഡ് വേണമെങ്കിൽ ഗഡ്ബഡ് ഉണ്ട്. പിന്നെ പൂരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഷീൻ സാൻഡ്വിച്ച് എത്ര തരം, വടപ്പാവ് എല്ലാം ഉണ്ട് കേട്ടോ. സോ ഐ വിൽ ഹാവ് എ ഐസ്ക്രീം താലി. 360 രൂപയാണ് കേട്ടോ ഐസ്ക്രീം താലി. അവിടെ പോയി ഓർഡർ ചെയ്ത് മേടിക്കണം. പല ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് ഇൻ സ്കൂപ്പ് ഉണ്ട്. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പായസം ഫ്ലേവർ ഉണ്ട്. ചിക്കു ആൽമണ്ട് ഉണ്ട്, റോസ്റ്റഡ് ആൽമണ്ട് ഉണ്ട്. അഞ്ചീർ ഡിലൈറ്റ്, ബട്ടർ സ്കോച്ച് ഗ്രാൻഡ്, പേർഷ്യൻ ഷാഹി നട്ട്സ്, അറബിക് ഡിലൈറ്റ്, ബെൽജിയൻ ചോക്ലേറ്റ്, കാജു മലായി, ബെൽജിയൻ ബിസ്ക്കറ്റ്സ്, കേസർ 2-in-1 സ്ലാബ് ടൈപ്പ് ഐസ്ക്രീം, ഐറിഷ് കോഫി ഐസ്ക്രീം ഉണ്ട്. പിസ്സ വേണമെങ്കിൽ പിസ്സ ഉണ്ട്. ചീസ് ഓവർഫ്ലോ പിസ്സ വരെ ഉണ്ട്. ഫസ്റ്റ് ഐറിഷ് കോഫി ഐസ്ക്രീം മേടിക്കാം. ദിസ് ഇസ് ദ ഐസ്ക്രീം താലി. നമ്മളങ്ങനെ സാധാരണയായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യമല്ല. വെജ് താലി, നോൺ വെജ് താലിയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ദിസ് ഇസ് ദ ഐസ്ക്രീം താലി. നൈസ്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ബട്ടർ സ്കോച്ച്, സ്പാനിഷ് ഡിലൈറ്റ്, സ്ട്രോബെറി, ബ്ലൂബെറി. ഇത് പാൻ ഫ്ലേവേർഡ് പാൻ. ഇതിനകത്ത് ഐസ്ക്രീം ആട്ടോ, ഒരു പാനിൻ്റെ കവറിങ് പോലെ വെച്ചിട്ട്. ഇത് വാനില ഐസ്ക്രീം സ്ലാബ് വിത്ത് ക്യാരറ്റ് ഹൽവ. ദിസ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് ടിറാമിസു. അതിൻ്റെ എല്ലാം ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ജെല്ലി, കുറച്ച് സ്ട്രോബെറീസ്, അതിൻ്റെ അതെല്ലാം വെച്ചിട്ട് രക്ഷയില്ല. അടിപൊളി. അൺലിമിറ്റഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഐസ്ക്രീമിനോടൊരു ഭയങ്കരമായ ക്രേവിങ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു താലി മേടിച്ചു കൊടുത്താൽ മതി. അതോടെ ഐസ്ക്രീമിനോടുള്ള കംപ്ലീറ്റ് ക്രേവിങ് തീരും. അത്രയ്ക്ക് നമുക്ക് മടുക്കുന്നവരെ കഴിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. രക്ഷയില്ല. ഓ നൈസ്. ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യും. പുറത്തെ ചൂടിന് അകത്ത് തണുപ്പ്. എവിടെ നിന്ന് തുടങ്ങണം? We'll start with the blueberry. Yes,
This is the butterscotch. ഒരു സന്തോഷവും രുചിയും ഒരു സാറ്റിസ്ഫാക്ഷനും കൊണ്ട് കണ്ണടഞ്ഞു പോകാൻ പറയില്ല. ഇങ്ങനെ ആസ്വാദനത്തിന്റെ ഏറ്റവും എക്സ്ട്രീം. This is the butterscotch. Spanish is the butterscotch. With carrot halwa combo. ഇത് കാണാത്ത ഫ്ലേവറാ ആയിക്കോളും. അങ്ങനെ പൊട്ടിക്കാതെ തന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് വായിൽ വെക്കുന്ന പോലെ. യെസ്, can do like this. Nice. ഒന്നിച്ച് വേണമെങ്കിൽ വാക്കത്തൊക്കെ വെക്കാം. ഭയങ്കര പാൻ ഫ്ലേവർ, നല്ല മിക്ക പാനെല്ലാം കഴിക്കുന്ന പോലെ ഉണ്ട്. അത് ഭയങ്കര ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് ഐഡിയ എന്നല്ലേ കടയുടെ പേര് തന്നെ. These are all ideas. This is the tiramisu. tiramisu ആണോ ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട്സ് ആണോ ഒരു സംശയം. കഴിച്ചാലും തീരില്ല. മത്ത് പിടിക്കും ഫൈനലി. അപ്പോൾ മാംഗ്ലൂരിൽ വന്നാൽ എല്ലാവർക്കും അറിയാം ഈ ഐഡിയൽ കഫേ ഇവരുടെ തന്നെയാണ് പബ്ബാസ് എല്ലാം. പിന്നെ ഇവരുടെ മെനു നോക്കി പറഞ്ഞുതരാം. ഇഷ്ടം പോലെ കാര്യങ്ങൾ മെനുവിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീംസ് മാത്രമല്ല, ഷോർട്ട് ഈറ്റ്സ് എല്ലാം ഉണ്ട്. പ്ലസ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, സ്നാക്ക് ഐറ്റംസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. സാൻഡ്വിച്ചസ് ഉണ്ട്, പലതരം മിൽക്ക് ഷേക്സ്, ജെലി. ചിലർക്ക് ചില ഫുഡ് വെറുതെ ഒരു ഫുഡല്ല, ഒരു ഹാപ്പിനെസ് കൂടെയാണ്. കുറച്ച് ഞാൻ ഭയങ്കരമായിട്ട് സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഭയങ്കര നോൺ വെജിനെക്കാട്ടിലും ഞാൻ സ്വീറ്റ്സ് ഡിസേർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാണുമ്പോൾ ഒരു കുട്ടികളുടെ മനസ്സാണ്. അപ്പോൾ നമ്മൾ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മാംഗ്ലൂർ വരുമ്പോൾ ഇതുപോലൊരു കുഞ്ഞു മനസ്സുള്ള അമ്മമാർക്ക് എല്ലാം വാങ്ങി കഴിക്കാം. ഐസ്ക്രീം താലി മസ്റ്റ് ട്രൈ. ക്യാരറ്റ് ഹൽവ വിത്ത് വാനില. ഇത് ആക്ച്വലി ടിറാമിസു അല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഒരു കോഫി ഫ്ലേവർ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അതാ പറഞ്ഞേ ഇത് ഇവിടുത്തെ ചോക്ലേറ്റ് പിസ്സ ഐസ്ക്രീമാണെന്ന്. പിസ്സ പോലെയാണ് ചെയ്തത്, അതിനത് കട്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ദിസ് ഇസ് ബ്ലാക്ക്ബെറി ആട്ടോ. ഓ എൻ്റെ അമ്മോ, ഐസ്ക്രീം ടേസ്റ്റ് മടുക്കുന്നത്. എൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയെന്ന് തന്നെ പറയാം. ഐസ്ക്രീമിനോടുള്ള അമിത ആവേശത്തിൽ പതുക്കെ കഴിക്കാം. ഓക്കെ, ആദ്യത്തെ ആവേശം കഴിഞ്ഞു. സ്ലോലി, വെരി ഗുഡ്, സ്ലോലി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐഡിയൽ കഫേയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി തിരക്ക് നോക്കിക്കോളൂ. അകത്ത് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ ഹൗസ്ഫുള്ളാണ്, മേളിലും താഴെയും. എന്നിട്ട് ഒരു 25 പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവം, സത്യം പറഞ്ഞാലേ ഒരു ഐസ്ക്രീം പാർലറിലൊക്കെ കയറി കഴിയുമ്പോൾ ആളുകളുടെ മുഖത്ത് വിരിയുന്നൊരു സന്തോഷം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തന്നെ അറിയാണ്ട് ഒരു സ്മൈല് വരില്ല, നമ്മുടെ ഒരു ഹാപ്പിനെസ്. ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഫേസിലും ഒരു അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ഒരു ഹാപ്പിനെസ് ആണ്. എനിവേ, ചെറുതായാലും വലുതായാലും എത്ര വലിയ ഐസ്ക്രീം കഴിച്ചാലും ഒരു ചെറിയ കപ്പ് കഴിച്ചാലും ഒരു ഭയങ്കര ഫീലാണ്. അപ്പം എന്തായാലും ആ ഒരു സന്തോഷമെല്ലാം ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഇറങ്ങുവാണ്. പക്ഷെ നമ്മുടെ ഈ വീഡിയോ അതിൻ്റെ പ്രിയ സമയമാകുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടുതലും ഭക്ഷണ വിശേഷം മാത്രമേ ഉള്ളൂ മാംഗ്ലൂരിൽ വന്നാൽ മോസ്റ്റ്ലി. പിന്നെ പറ്റുന്ന പോലെയുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ